ഇടി മിന്നുമ്പോൾ നിങ്ങൾ ഫോണ് എന്നല്ല ഏത് കമ്പ്യൂട്ടറിൻ്റെ സാധനങ്ങളും അയാളിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു പോകണം, താങ്ക് യു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഡ്രൈവർമാരുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അതാ പോകുന്നൊരു ലക്ഷറി വണ്ടി. ഇങ്ങനെ പൈസ എത്ര ഉണ്ടാവും എന്നറിയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലക്ഷങ്ങളുണ്ടാവും ഇതിൻ്റെ വില. തോട്ടി വെച്ചിട്ട് പോകണില്ലേ? തോട്ടിയല്ല, ഏണി വെച്ചിട്ട് പോണ വണ്ടികളെ നിങ്ങൾ ബാക്കിൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് പോകണം. ഇല്ലെന്താ അറിയോ, അത് ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ തിരിയുമ്പോൾ ഈ സാധനം അതിൻ്റെ ഒപ്പം തിരിയും. അപ്പോൾ പിന്നെ നമുക്ക് മാറാൻ പറ്റില്ല. നമുക്ക് ആളാച്ചാൽ മാറാം, വണ്ടിക്ക് മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഡിസ്റ്റൻസ് വെച്ച് പോവുക. മിനിമം ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ പോകേണ്ട ഡിസ്റ്റൻസ് എത്ര അറിയോ? 10 അടിയാണ്. 10 അടിയിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പിന്നെ വാഹനത്തിലൊരു 10 അടി അകലം വെച്ചിട്ട് പോകണം. ഒന്നാമത് ഒരാളിൽ നിന്നും അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റല്ല, അത് നമുക്ക് നല്ലതാണത്. റോഡിൽ കൂടെ പോകാൻ വയ്യാണ്ട് ഒരു കാറ് കണ്ടോ, എന്താ ചങ്ങാടൊക്കെ പോകാം. അപ്പോഴേ നല്ല മഴയ്ക്കുള്ള കോളുണ്ട് കേട്ടോ. ഇതിപ്പോൾ കേളപ്പേട്ടനെ വിളിക്കേണ്ടി വരുമോ എന്ന് സംശയമുണ്ട്. മറ്റേ മോഹൻലാൽ പറയില്ലേ, കേളപ്പേട്ട ഒരു കോളുണ്ട്. അപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരോടും നല്ല ഇടിമിന്നലുണ്ട് കേട്ടോ. പിന്നെ ഇടി മിന്നുമ്പോൾ ഫോണ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ചില ആൾക്കാർ പറയണ്ടായി. പക്ഷേ ഇടി മിന്നുമ്പോൾ നിങ്ങൾക്ക് ഫോണ് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടി മിന്നുമ്പോൾ ഒരിക്കലും ഫോണിക്ക് അതിൻ്റെ സിഗ്നല് കട്ടാവില്ല. പിന്നെ എന്താ പറയുക, ചാർജ് ചെയ്യരുത്. ഏത് ഇടി മിന്നുമ്പോൾ നിങ്ങൾ ഫോണ് എന്നല്ല ഏത് കമ്പ്യൂട്ടറിൻ്റെ സാധനങ്ങളും അയാളിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു പോകണം, താങ്ക് യു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഡ്രൈവർമാരുണ്ട് കേട്ടോ. അപ്പോൾ ഇടി മിന്നുമ്പോൾ നിങ്ങൾ ചാർജ് ചെയ്യരുത്. ഫോണിൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അതിൽ വെച്ച് കളിക്കരുത്. അതൊക്കെ ശരി തന്നെ, അടിച്ചു പോവും, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു സംഭവം കാണിച്ചു തരാമെന്ന് കരുതി, പക്ഷേ നടക്കില്ല. മഴയുണ്ട്, നല്ല പിന്നെ നല്ല ബ്ലോക്കുണ്ട്. എനിക്ക് ഭയങ്കര രസമാട്ടോ. ഭയങ്കര മരണങ്ങളാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ. ഒരു മഴയും കൂടിയാണ് പെയ്ത് കഴിഞ്ഞാണല്ലോ, പിന്നെ പറയണ്ട, അടിപൊളിയാണ്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റോഡിൻ്റെ കാര്യങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണല്ലോ. കാരണം എൻ്റെ സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ, പള്ളിക്കുറുപ്പ് സ്കൂളിൽ ഒരു സുകുമാരൻ മാഷുണ്ടായിരുന്നു. മൂപ്പര് ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം കഥ പറയും. നല്ല അടിപൊളി ഒരു കഥയായിരുന്നു. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് അദ്ദേഹത്തെ. അപ്പോൾ മൂപ്പര് കഥകൾ പറഞ്ഞിട്ട് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ ഉത്തരം പറയാം, ഉത്തരം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി കാര്യം എന്ന് പറയും. പക്ഷെ നമുക്ക് അറിയില്ല. മൂപ്പര് ആ കഥയിൽ അങ്ങോട്ട് മയങ്ങിപ്പോവും. അതാണ് മൂപ്പരെ പഠിപ്പിക്കൽ. നല്ലൊരു ആളാണ്, നല്ല മനുഷ്യനാട്ടോ. ഞാൻ കണ്ടില്ല. കഴിഞ്ഞ ആഴ്ച മൂപ്പരെ കൊണ്ട് ഞാൻ പള്ളിക്കുറിച്ചിക്ക് ഓട്ടം പോയി. അപ്പോൾ മാഷിനെത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നും മറന്നിട്ടില്ലാലേ എന്നാണ് പറയുന്നത്. ആ നല്ല നല്ല ആൾക്കാരെ നമ്മൾ മറക്കില്ല, ദൈവം മറപ്പിക്കില്ല. അവരെ നമുക്ക് കൂടുതൽ ചേർത്ത് പിടിക്കാൻ അവസരങ്ങൾ ദൈവം തന്നെ നമുക്ക് ഉണ്ടാക്കി തരും. നമുക്ക് അവസരങ്ങളില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. പാവം ഒരു നായ ഒറ്റക്കാലം നൊണ്ടിപ്പോണം. ഇനിയിപ്പോൾ ഈ മഴ പെയ്താൽ സാധാരണ ലോക്കലൊക്കെ ഉണ്ടാവണതാണ്, ഒന്നും കാണാനില്ല. ഒന്നാമത് എല്ലാം കൊണ്ടും പിന്നെ ആളുകൾ കമ്മിയായിട്ട് വരികയാണ്. ഒക്കെ ഓൺലൈനിലാണ്. എന്താണെങ്കിലും, എന്ത് പർപ്പസ് ആണെങ്കിലും ഒക്കെ ഓൺലൈനിൽ വരുത്തിക്കുക, ഓൺലൈനിൽ വാങ്ങുക, ഓൺലൈനിൽ വിൽക്കുക, ഓൺലൈനിൽ കളിക്കുക.